നമസ്കാരം, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്തുന്നത് കൊത്തമരയാണ്. അപ്പോൾ ഞാൻ രണ്ട് മൂന്ന് തൈകൾ മേടിച്ചു കൊണ്ടുവന്നിട്ടുണ്ട്. അത് നമ്മുടെ ഏലയിൽ നിന്നാണ് മേടിച്ചിട്ടുള്ളത്. അതായത് ചേലാമറ്റം എന്ന് പറയുന്ന ഒരു സ്ഥലത്ത്, എറണാകുളം ജില്ലയാണ്. അപ്പോൾ അത് നടുന്ന രീതിയാണ് കാണിച്ചു തരുന്നത്. അപ്പോൾ അതിന് കൊടുക്കേണ്ട വളപ്രയോഗം, അതുപോലെ തന്നെ അത് നമ്മൾ ഈ ഭാഗത്തായിട്ടാണ് നടുന്നത്. കൂന കുത്തിയിട്ട് ആണ് നടാൻ പോകുന്നത്. കൂമ്പാരം റെഡി ആയിട്ടുണ്ട്. 2 തൈക്കുള്ളതാണ് ഇപ്പോൾ കൂമ്പാരം എടുത്തിരിക്കുന്നത്. ഇതിൽ നമ്മൾ കോഴിവളമാണ് ഇട്ട് കൊടുക്കുന്നത്. നമുക്ക് വേണമെങ്കിൽ കാലിവളം ഇട്ട് കൊടുക്കാം, അതുപോലെ തന്നെ കമ്പോസ്റ്റ് അങ്ങനെയുള്ളത് അടിവളമായിട്ട് എല്ലുപൊടി വേണമെങ്കിൽ ഇട്ട് കൊടുക്കാം. അപ്പം നമ്മളിവിടെ ചെയ്യുന്നത് പൊതുവെ കോഴിവളം അല്ലെങ്കിൽ കമ്പോസ്റ്റ് അങ്ങനെയുള്ള വളങ്ങളാണ് ചെയ്യുന്നത്. പുറത്തുനിന്ന് മേടിക്കൽ കുറവാണ്, ജൈവ രീതിയിൽ കൃഷി ചെയ്യുന്നതാണ്. ഞാനിവിടെ ആദ്യമായിട്ടാണ് ഇപ്പോൾ ഈ കൊത്തമരം നടാൻ പോകുന്നത്. ഇതിനു മുമ്പ് അതിൻ്റെ കൃഷി ചെയ്തിട്ടില്ല. അപ്പോൾ ഒരു പരീക്ഷണ അടിസ്ഥാനത്തിലാണ് ഒരു 2 തൈ മേടിച്ച് നട്ടു നോക്കാമെന്ന് വെച്ചിരിക്കുന്നത്. കോഴിവളമാണ്. അപ്പോൾ ഇത് ഒരുപാട് പഴക്കം ചെന്നാണ്, ഒരു 5-8 മാസം പഴക്കമുള്ളതാണ്. കോഴിവളം ഇടുമ്പോൾ നമ്മൾ ശരിക്കും നന കൊടുക്കണം. അതുപോലെ തന്നെ പഴകിയ കോഴിവളം ഇടണം, അല്ലെങ്കിൽ കമ്പോസ്റ്റ് ആക്കിയ കോഴിവളം ഇടണം, അല്ലെങ്കിൽ ചെടി അപ്പം തന്നെ കരിഞ്ഞു നോക്കും. അപ്പോൾ അതൊക്കെ ശ്രദ്ധിച്ച് നമ്മൾ വളങ്ങൾ ചെയ്യുമ്പോൾ ചെയ്യേണ്ടതാണ്. ഇട്ടതിന് ശേഷം നന്നായിട്ട് നനച്ചും കൊടുക്കണം, ചെടി നട്ടതിന് ശേഷം. അപ്പോൾ കോഴിവളം നമ്മൾ ഇട്ട് കൊടുക്കുകയാണ്. അതൊന്ന് മിക്സ് ചെയ്തിടുക. എന്നിട്ട് അധികമൊന്നും ഇടണ്ട, ഒരു 3-4 പിടി ഇട്ട് കൊടുത്താൽ മതി. 3 പിടിയൊക്കെ ഇട്ട് കൊടുത്താൽ മതി. ചെറിയ തൈക്ക് അതിൻ്റെ ആവശ്യമുള്ളൂ. അടിവളമായിട്ട് 1, 2, 3 പിടികൾ ഇട്ട് കൊടുക്കുക. മിക്സ് ചെയ്ത് കൊടുക്കാം അടിവളമായിട്ട്. അപ്പം മണ്ണായിട്ട് ശരിക്കും മിക്സ് ചെയ്ത് ഇട്ട് കൊടുക്കാം. പുല്ലൊക്കെ ഉണ്ട്, എടുത്ത് കളയാം, അല്ലെങ്കിൽ പുല്ല് പെട്ടെന്ന് മുളച്ച് വരും. നമ്മളുടെ കൊത്തമര തൈകൾ ഇത് 15 രൂപ, 12 രൂപയായിരുന്നു. അപ്പോൾ 2 തൈയാണ് ഉള്ളത്. ഇത് ഏകദേശം പൂത്തൊക്കെ തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഇത് നമ്മൾ നട്ടു കൊടുക്കാൻ വേണം. ഇത് ആദ്യമായിട്ട് നടുന്നതാണ്. ഇതൊരു പരീക്ഷണാടിസ്ഥാനത്തിൽ നടുന്നതാണ്. എങ്ങനെയുണ്ടെന്ന് നോക്കിയിട്ട് വേണം കൂടുതൽ തൈകളൊക്കെ നടാനായിട്ട്. ഇത് ശരിക്കും ക്ലസ്റ്റർ ബീൻസ് എന്ന് പറയും നമ്മൾ ഇംഗ്ലീഷിലൊക്കെ പറയുമ്പോൾ. അപ്പോൾ ഇതൊന്ന് നടുന്ന രീതിയിലേക്ക് പോകാം നമുക്ക്. ക്ലസ്റ്റർ ബീൻസ്, അതായത് കൊത്തമര നമ്മൾ ഈ കവറിൽ നിന്ന് എടുക്കണം. അപ്പോൾ അതിനായിട്ട് നമ്മൾ ചെയ്യേണ്ടത് ജസ്റ്റ് ഒന്ന് ഈ സൈഡൊന്ന് തട്ടി കൊടുക്കുക. അപ്പോൾ ഈ സൈഡിൽ പിടിച്ചിരിക്കുന്നതൊക്കെയാണ് വിടും. അതിനുശേഷം ഇതുപോലെ വിടിയിച്ചെടുക്കാൻ പറ്റും, പൊടിയാതെ തന്നെ. ചെറുതായിട്ട് ആ മുകളിലത്തെ നനവ് കുറവായ കാരണമാണ് ആ മുകളിലത്തെ മണ്ണ് മാത്രമാണ് ഇങ്ങനെ പൊടിഞ്ഞു വരുള്ളൂ. അല്ലെങ്കിൽ നമുക്ക് കറക്റ്റായിട്ട് ഇതുപോലെ കിട്ടും. അപ്പോൾ ഇത് നട്ടു കൊടുക്കാം. ഇറക്കി വെക്കാൻ പോവാണ്. അപ്പോൾ ഏകദേശം ഈ ലെവലിലെങ്കിലും മണ്ണിട്ട് കൊടുക്കണം, അല്ലെങ്കിൽ ഇത് മറഞ്ഞു പോകും. ചെടി മറയാതിരിക്കാൻ വേണ്ടി അത്യാവശ്യം താത്തി നടുക. മണ്ണ് മുകളിലേക്ക് കയറ്റിയിട്ട് കൊടുക്കുക. അപ്പോൾ മറിഞ്ഞു പോവില്ല. ഇതൊരു കുറ്റിച്ചെടിയായിട്ട് വളരുന്നതാണ്. ഇതിൻ്റെ 2 സൈഡുകളിൽ ഇങ്ങനെ ബീൻസ് ഉണ്ടായി വരും.
ശരിക്കും താത്തി നടുക, അല്ലെങ്കിൽ വള്ളി താഴേക്ക് മറഞ്ഞു വീഴും. എന്നിട്ട് നിവർത്തിയിട്ട് മണ്ണ് മേളിൽ ഇട്ട് കൊടുക്കുക. നമ്മൾ ചെത്തി മുകളിലേക്കൂടെ ഇട്ട് കൊടുക്കുകയാണ്. ഒന്ന് കൂമ്പാരം പോലെ ഒന്നുകൂടി കയറ്റി ഇട്ട് കൊടുക്കണം. അത്രയും മതി. ഇനി ഇതിനും കൂടി ഇട്ട് കൊടുക്കാം. വളങ്ങളൊക്കെ നമ്മൾ ചെയ്യുന്നത് ഒരാഴ്ചയെങ്കിലും കഴിഞ്ഞിട്ട് ചെറുതായിട്ട് ഒരു കൂമ്പൊക്കെ എടുത്തു തുടങ്ങി കഴിയുമ്പോൾ നമ്മൾ സ്ലറി ഒഴിച്ചു കൊടുക്കുന്നത്. പിന്നെ അതുപോലെ തന്നെ നമ്മൾ വെയിലുള്ള കാരണം ചെറുതായിട്ട് എന്തെങ്കിലും ഓലയോ അങ്ങനെ എന്തെങ്കിലും ഷെയ്ഡ് വെച്ച് കൊടുക്കുകയാണെങ്കിൽ ഒരു 2-3 ദിവസത്തേക്ക് നല്ലതായിരിക്കും അത്. കാരണം നല്ല ചൂടുണ്ട്. പിന്നെ എല്ലാ ദിവസവും നനച്ചു കൊടുക്കണം. വൈകിട്ട് നേരങ്ങളിൽ നനയ്ക്കുകയാണെങ്കിൽ അതായിരിക്കും ഉത്തമം. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു. പുതിയൊരു വീഡിയോ വരും വരെ ഗുഡ് ബൈ.